ഹിന്ദു മതത്തിന് വേണ്ടി ഞാൻ മരിക്കും എന്ന് മോദി പറഞ്ഞിട്ടില്ല, അദ്വാനിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി പുള്ളി സത്യാഗ്രഹവും കിടന്നിട്ടുണ്ട്. സമ്മർദ്ദം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സംവരണം ബേസിക്കലി ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ്. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പട്ടികയിൽപ്പെടുന്ന ജാതികൾ എന്നുള്ള അർത്ഥമുള്ള, അല്ല SC ST എന്ന് പറയുന്ന ജാതിയൊന്നുമില്ല. ഗാന്ധിയുടെ വിഷയം ഹിന്ദുമതം ഡിവൈഡഡ് ആയി പോകും. സെപ്പറേറ്റ് ഇലക്ടഡ് ടു ദ ദളിത് എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിന്റെ ഫോളിൽ നിന്ന് ദളിതർ പുറത്തു പോകും. ഹിന്ദുമതത്തിന് വേണ്ടി ഞാൻ മരിക്കുമെന്നാണ് ഗാന്ധി പറഞ്ഞത്. ജാതി സംവരണം അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഈവൻ ഇവിടെ മതസംവരണമുണ്ട് കേരളത്തിൽ. 1936 പോലെ 36 മുതൽ ഇവിടെ മുസ്ലിം സംവരണമുണ്ട്. അന്നും ഇന്നും കമ്മ്യൂണലി പോളറൈസ്ഡ് അല്ലേ? അത് കമ്മ്യൂണലി പോളറൈസ്. ഈ ജാതി സംവരണം തന്നെ ജാതിയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ആളുകളെ ജാതിപരമായി ചിന്തിക്കാനും അവരെ ജാതിപരമായ കാലുഷ്യത്തിന് അടിമപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? നരേന്ദ്രമോദിയുടെ ജാതി, മോദി കമ്മ്യൂണിറ്റി OBC ആണെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ ജനറൽ കാറ്റഗറി കമ്മ്യൂണിറ്റി. അതിനെ OBC ലിസ്റ്റിലാക്കി. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പ്രിവിലേജ് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി. ഷീ ടാക്സി, ഷീ സിനിമ, ഷീ ഇൻ്റർവ്യൂ, ഷീ ഫുഡ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഇൻ്റഗ്രേഷൻ സംഭവിക്കുമോ? ഇൻഡിപെൻഡൻസ് ഉണ്ടാവുമോ? അതോ അവസാനവും 300 വർഷം കഴിഞ്ഞാലും സ്ത്രീ സംരക്ഷിക്കപ്പെടുന്ന ഇന്ന സ്ത്രീ ഡാഷ് അർഹതി എന്ന് പറയും. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മികവിൻ്റെ ഒരു ഇൻഡെക്സാണ് സൗന്ദര്യം. സംവരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സമ്മർദ്ദം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? അതായത് സംവരണം നമ്മളെ എങ്ങനെയാണ് ജാതീയമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ള സംവരണങ്ങളുണ്ടല്ലോ, സാമ്പത്തിക സംവരണമുണ്ട്, ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സംവരണം ബേസിക്കലി ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ്. ഇപ്പം ഞാനിവിടെ കയറി വരുന്ന ഒരു സമയത്ത് ഇവിടെ അല്ല നമ്മളിവിടെ കയറി, ഈവൻ നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയി ബാൽക്കണി ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറേ സീറ്റുകൾ റിസർവ്ഡ് എന്ന് എഴുതി വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്ന് തോന്നും. ഈവൻ ദോ നമുക്ക് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് കൂടി, നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, നമുക്കൊരു അവസരം ഉണ്ട്, അവിടെ തുല്യത ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മളവിടെ കയറിയിരുന്ന് അവിടെ നോക്കുമ്പോൾ ഈ കുറേ സീറ്റിൽ റിസർവ് എന്ന് എഴുതിയെടുക്കുമ്പോൾ നമുക്ക് ഒരു ഇത് വരും. അതുപോലെ തന്നെ എവിടെ പോയാലും സംവരണം നമ്മുടെ മസ്തിഷ്കം അംഗീകരിക്കുന്ന കാര്യമല്ല. കാര്യം ഈക്വാലിറ്റിക്ക് വേണ്ടി തുടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ 1.5 കിലോഗ്രാം ജെല്ലി എന്ന് പറയുന്നത്. സമസ്ത മേഖലകളിലും, നമ്മൾ ചുറ്റുപാടുള്ള മേഖലകളിലും സംവരണത്തിനെതിരാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ എവിടെയും നോക്കുന്നത് മികവാണ്. നിങ്ങൾ വീട്ടിലൊരു കിളക്കാൻ ഒരാളിനെ വിളിച്ചാൽ പോലും നിങ്ങൾ നോക്കുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പെയിൻറ്ററെ വിളിക്കുമ്പോൾ നിങ്ങൾ പലരിടത്ത് വിളിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഓപ്ഷൻ ബിഡിങ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വരുന്നത്? മികവ് തേടിയുള്ള, ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന, ഏറ്റവും നല്ല വ്യവസ്ഥകളുള്ള സാധനമാണ് നമ്മൾ എടുക്കുക. കല്യാണം കഴിക്കുന്നു, നമ്മളെന്താണ് നോക്കുന്നത്? അവരെന്നാ അതാണ് അതുണ്ട് ജോലി ചെയ്താണ്. അല്ല, ഈ പ്രണയത്തിന് പോലും അതല്ലേ നോക്കുന്നത്, സൗന്ദര്യം നോക്കുന്നില്ലേ? അതൊരു മികവ്. ജാതി മതവും നോക്കാറുണ്ടല്ലേ പ്രണയത്തിൽ? ജാതി മതവും നോക്കാത്തതിന്റെ കാര്യം നോക്കിയിട്ട് പ്രണയിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട്. അല്ല, ജാതി മതം നോക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ കാര്യം ബേസിക്കലി അതൊരു ഡ്രൈവാണ്. നിങ്ങളുടെ ഒരു എന്താണ് സെക്സ് പോലെയൊക്കെയുള്ള ഒരു ഡ്രൈവിനിൽ ബേസ് ചെയ്താണ് ഇത് ശരിക്കും വരുന്നത്. നിങ്ങൾ നോക്കുകയാണ് ഒരാൾ, നിങ്ങൾക്ക് നോക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ നോക്കുന്നത് എന്താണ്? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മികവിൻ്റെ ഒരു ഇൻഡെക്സാണ് സൗന്ദര്യം. നിങ്ങളെല്ലാ വ്യക്തികളെയും നോക്കുന്നു. ഈ നോട്ടം എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഗെയ്സ് എന്ന് പറയുന്ന സാധനം മികവ് അന്വേഷണമാണ്. മികവ് വിട്ടൊരു കളി മനുഷ്യൻ ഒരു കാര്യത്തിലും എവിടെയും അന്വേഷിക്കുന്ന മെറിറ്റാണ്. ആഹാര രുചി, ആ ഹോട്ടലിലെ സാധനം കൊള്ളാം, വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം, മറ്റേ കൊള്ളില്ല, ഇതെന്തിനു കൊള്ളാം? നമ്മൾ എവിടെയാണ് മികവ് അന്വേഷിക്കാത്തത്? എല്ലാ പ്രണയത്തിലും വിവാഹത്തിലും എല്ലാത്തിലും ഒരു ജോലി. നമ്മൾ അങ്ങനെയല്ലല്ലോ കൊണ്ടുവരുന്നത്. സംവരണത്തിനെതിരാണ് ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് സംവരണം വരുന്നത് എന്നുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലം നമുക്കതിന് മുന്നേ ഉണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു രീതിയിലാണല്ലോ സംവരണം നമ്മളിലേക്ക് വരുന്നത്. ആദ്യം ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് സംവരണത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ആവുന്നില്ല. പിന്നീട് ജാതി സംവരണം കൊണ്ടുവരുന്നു. ജാതി സംവരണം സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മറ്റുള്ള ആളുകൾക്കൊപ്പം എത്തിക്കാൻ വിദ്യാഭ്യാസ തലത്തിലും ജോലിയുടെ കാര്യത്തിലും ആ സംവരണം ആവശ്യമാണ് ണെന്നുള്ള വിലയിരുത്തൽ ആണ് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആ സംവരണം വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാ, അത് തുല്യതയിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാർഗമല്ലേ അത്? അത് തുല്യതയിലേക്ക് എത്തുന്ന മാർഗമല്ല. അതായത് ഒന്ന് മതപരമായ സംവരണമാണ് ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ലൈക്ക് ഈ മുസ്ലിങ്ങൾക്കും ആംഗ്ലോ ഇന്ത്യൻസിനും സിഖുകൾക്കും എല്ലാം മത്സരിക്കാൻ
അവർ തന്നെ വോട്ട് ചെയ്ത് അവർ തന്നെ മത്സരിച്ച് അങ്ങനെയായിരുന്നു പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയും. അതായത് നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ജാതി ആയിരിക്കണം, മതമായിരിക്കണം എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയം മതമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിനെ അടിവരയിടുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ ഇതേ കാര്യം തന്നെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പട്ടികയിൽപ്പെടുന്ന ജാതികൾ എന്നുള്ള അർത്ഥമുള്ളൂ, അല്ല SC ST എന്ന് പറയുന്ന ജാതിയൊന്നുമില്ല. അപ്പോൾ ആ ജാതികൾക്ക് കൊടുക്കാൻ റാംസെ മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണൽ അവാർഡ് വരുമ്പോഴാണ് ഗാന്ധിജി പറയുന്നത് അത് ഹിന്ദു മതത്തെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് പൂന പാക്ട് ഉണ്ടാവുന്നത്. പൂന പാക്ട് ഉണ്ടാകുമ്പോഴാണ് പിന്നീട് ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു ദ SC ST മാറ്റിയിട്ട് അവർക്ക് സീറ്റുകൾ സംവരണം ചെയ്യുക രാഷ്ട്രീയത്തിൽ. അതാണ് പൊളിറ്റിക്കൽ. അത് 10 വർഷത്തിനുള്ളിൽ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മറ്റൊന്ന് തൊഴിൽപരമായ സംവരണമാണ്. രണ്ടും രണ്ടാണ്. തൊഴിൽപരം ജോലിയിലുള്ള സംവരണമാണ്. അപ്പോൾ ഈ ജോലിയിലുള്ള സംവരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതിപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ പ്രിഫേസിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പറയുന്ന ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം അല്ല, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മത്സരത്തിൽ ഇപ്പോൾ മാർക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് റാങ്കുകാരന് 90, സെക്കൻഡ് റാങ്കുകാരന് 80, ചിലർക്ക് 50 താഴെ, ചിലർക്ക് 20, 30. ഈ എല്ലാ മാർക്കും കൂടെ ഏകീകരിക്കുക, അല്ലെ കുറഞ്ഞ മാർക്കുള്ള ഒരാൾക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുക. അത് ഇതിൻ്റെ ഫലമാണ്, റിസൾട്ടാണ്. റിസൾട്ട് ഏകീകരിച്ചാൽ സമത്വം ആവില്ല, അത് അനീതിയാണ്. ഇപ്പം ജോലി അല്ലെങ്കിൽ മെഡൽ ഓടുന്ന എല്ലാവർക്കും എന്താ ചെയ്യാൻ പറ്റുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു. ഞാൻ ആ ഒരു പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പറയാം. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു, അവർക്ക് ചിലർക്ക് ഷൂ ഉണ്ടാവില്ല, ചിലർക്ക് യാത്രാക്കൂലിക്ക് പണം ഉണ്ടാവില്ല, ചിലർക്ക് സ്റ്റാമിന ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, പരാധീനതകളൊക്കെ ഉണ്ടാവും. ഇവർക്കിതെല്ലാം കൊടുക്കുക. എന്നിട്ട് ഇവരെ ചിലപ്പം മൗണ്ടൻ മേളിൽ പരിശീലനം കൊടുക്കുക, 2 മാസം സ്റ്റൈഫൻഡ് സഹിതം കൊടുക്കുക. അവർക്ക് അതിനുള്ള പൈസയില്ല, പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും എല്ലാം എല്ലാ പരിഗണനകളും കൊടുത്തിട്ട് അവരൊരു വരയിൽ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഓടിക്കുക. കോമ്പറ്റീഷനിൽ മുന്നിൽ വരുന്ന ആളെ അവാർഡ് ചെയ്യുക. 1, 2, 3 എന്ന് നമ്മൾ ഹൈറാർക്കിക്കലായിട്ട് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം കൊടുക്കുക. അല്ലാതെ ഞങ്ങൾ ഇന്ത്യ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒളിമ്പിക്സിൽ പങ്കെടുക്കണം. ഇന്ത്യ 140 കോടിയുണ്ട്. അപ്പോൾ മൊത്തം എത്ര സ്വർണ്ണ മെഡലുണ്ട്? അവിടെ 250 ഉണ്ട്. എന്നാൽ ഞങ്ങൾക്കൊരു 30 സ്വർണ്ണ മെഡൽ, ഞങ്ങൾ ഇത്രയും പേരുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെത്ര അനീതിയും അപഹാസ്യതയും ഉണ്ടോ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഫുള്ളി അഗ്രിയാണ്, 100%. ഗാന്ധിജി സംവരണത്തിന് എതിരായിട്ട് നിന്ന ഒരാളാണല്ലോ അദ്ദേഹം. ആദ്യം മുതലേ സംവരണം ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരാം. അംബേദ്കർ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തെറ്റായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗാന്ധിജി സംവരണത്തിനെതിരായിട്ടല്ല, ഗാന്ധിജി ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. അംബേദ്കറുമായിട്ട് സംവരണവുമായ വിഷയത്തിൽ അദ്ദേഹം ധാരാളം ഡിബേറ്റുകൾ നടത്തുകയും രണ്ടുപേരും ആ സംവരണത്തിൽ ഒരുപാട് തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ചരിത്രം ഇപ്പം മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, ഈ ഗാന്ധിജിയുടെ കാര്യത്തിൽ ഗാന്ധിജി സംവരണത്തെ എതിർത്തു എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗാന്ധിജി സംവരണത്തെ എതിർത്തത് കൊണ്ട് അത്ര വലിയൊരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഗാന്ധി എന്ന് എനിക്ക് തോന്നുന്നില്ല. നെഹ്റു എതിർത്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി എതിർത്തിട്ടുണ്ടെന്ന് പറയാം, രാജീവ് ഗാന്ധി എതിർത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഗാന്ധിജി സംവരണം അല്ല ഗാന്ധിജിയുടെ വിഷയം. ഗാന്ധിയുടെ വിഷയം ഹിന്ദുമതം ഡിവൈഡഡ് ആയി പോകും. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു ദളിത് എന്ന് പറയുമ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഫോളിൽ നിന്ന് ദളിതർ പുറത്തു പോകും. ഹിന്ദുമതത്തിന് വേണ്ടി ഞാൻ മരിക്കുമെന്നാണ് ഗാന്ധി പറഞ്ഞത്. സംവരണമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല. ഗാന്ധിജി ഒരു സംവരണ വിരുദ്ധനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഗാന്ധിജി ഒരു റിഗ്രസീവ് പൊളിറ്റീഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നാക്കം നിൽക്കുന്നവര് ഇപ്പൊ ദളിതിന് ഗാന്ധി അങ്ങനെ പറയുന്നു, ഇപ്പൊ ഹിന്ദുമതത്തെ ഡിവൈഡ് ചെയ്തു എന്ന് പറയുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് അംബേദ്കർ അങ്ങനെ വാദിക്കേണ്ടി വന്നത്? അംബേദ്കർ ആ ദളിതനായി വന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നതുകൊണ്ടാണല്ലോ ദളിതന് ഇത്രയും സപ്പോർട്ട് കൊടുക്കണമെന്ന് അംബേദ്കർ ആവശ്യപ്പെടുന്നത്. അത് ഡിവൈഡ് ചെയ്യാന്നല്ലോ അതിനർത്ഥം. ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല, അംബേദ്കർ ഹിന്ദുമതം വിടണം, ഹിന്ദുമതം നശിക്കണം എന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. അപ്പോൾ ഹിന്ദുമതത്തിനെതിരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് ഈ കമ്മ്യൂണൽ അവാർഡിനെ ഗാന്ധിജി വിലയിരുത്തിയത്. അത് ചരിത്ര സത്യമല്ലേ, അതിനകത്ത് എന്താണ് തർക്കം? അതായത് ഞാൻ പറഞ്ഞ ഹിന്ദുത്വ പൊളിറ്റിക്സ്, അതായത് ഹിന്ദുമതം ഒരൊറ്റ മതമായിട്ട് ഒരു ഫോൾഡ് ചെയ്തൊരു രാഷ്ട്രീയ ശക്തിയായിട്ടും
ഒരു സാമൂഹിക ശക്തിയായിട്ട് നിലകൊള്ളണമെന്ന് ഏറ്റവും ശക്തമായും വ്യക്തമായും പറഞ്ഞ വ്യക്തി ഗാന്ധിയാണ്. അതുകൊണ്ടാണ് BJP-ക്കാർ ഗാന്ധി പൊയ്ക്കൊണ്ട് നടക്കുന്നത്. നിങ്ങളെന്താ കരുതി അതിനെക്കുറിച്ച്? സിമ്പിളാണ്. ഹിന്ദു മതത്തിന് വേണ്ടി ഞാൻ മരിക്കും എന്ന് മോദി പറഞ്ഞിട്ടില്ല, അദ്വാനിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പുള്ളി സത്യാഗ്രഹവും കിടന്നിട്ടുണ്ട്. അതിനകത്ത് ഡിവിഷൻ ഇപ്പൊ അതായത് ഹിന്ദു മതത്തിന്റെ പ്രശ്നം എന്താണ്? ജാതിപരമായ വേർതിരിവുകളും അത് തമ്മിൽ പല ലൂസ് പെട്ടെന്ന് ഒരു എന്താ പറയാ ഐക്യമില്ല. അപ്പം ഇപ്പോൾ കേരളത്തിലുള്ള ഹിന്ദുക്കളെയൊക്കെ ജാതി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തെറ്റിക്കാൻ പറ്റും. ഒരു കാരണം എടുത്തിട്ട് കൊടുത്തിട്ട് വേണേൽ അവർ തമ്മിലടിച്ചോളൂ. അപ്പം അതൊരു സെമറ്റിക് ഐഡിയോളജിയാണ്. സെമറ്റിക് പൊളിറ്റിക്സ് ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്നത് ഹിന്ദു മതത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അതിനെതിരെയാണ് ഗാന്ധി ചെയ്യുന്നത്. അത് തന്നെയാണ് BJP-യുടെയും പൊളിറ്റിക്സ്. BJP ജാതി മത വ്യത്യാസങ്ങൾക്കുപരിയായിട്ട് ഹിന്ദു എന്ന് പറയുന്ന അതർ കാണിച്ചുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു സാധനത്തെ പോളിംഗ് ബൂത്തിൽ എത്തിക്കലാണ് BJP പൊളിറ്റിക്സ്. ഇത് തന്നെയാണ് എക്സാക്ട്ലി ഗാന്ധി 1930 ചെയ്തത്. എന്താ സംശയം? നിങ്ങൾ ഡ്രോ ചെയ്ത് നോക്കി, ലൈൻസ് എല്ലാം അവിടെ കൂട്ടിമുട്ടും കൃത്യമായിട്ട്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ ഒരു റേഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്ന് ഞാൻ പറയും. അതായത് ഒരിക്കലും ചില ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഐ ഒബ്ജക്റ്റ്. അങ്ങനെ പറയരുത്. രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നല്ല കേട്ടോ. അതായത് നമ്മുടെ സാമൂഹ്യ പരിതസ്ഥിതി ഇപ്പോഴും അവരെ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ള കാരണത്താൽ അവിടെ സപ്രസ് ചെയ്യുന്നുണ്ട് സാർ. അത് ആ ഒരു സമൂഹം അതിനെ ഇപ്പൊ ഒരു ദളിതനോട് കാണിക്കുന്ന, ദളിത് മാത്രമല്ല പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും അത് അങ്ങനെ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബാക്കി സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ ജാതിപരമായിട്ടുള്ള ജാതിയുടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നിങ്ങൾ തമിഴ്നാട്ടിൽ ജനിക്കുന്നു, തമിഴ് സംസാരിക്കുന്നു, തമിഴനാകുന്നു, യു ഹാവ് നോ ഓപ്ഷൻ. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ ഈ ജാതി ഒരു സോഷ്യൽ സൂപ്പർസ്റ്റിഷൻ എന്ന നിലയിൽ ഓരോരുത്തരും ഓരോ ജാതിയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഒരു ജാതിയിൽ ജനിക്കുകയും ആ ജാതിയിൽ ജനിച്ചതിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കസ്റ്റം എന്ന നിലയിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ അല്ലേ. പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും. താനൊരു ഇന്ന ജാതിയാണെന്ന് പറയുമ്പോൾ തനിക്ക് കിട്ടുന്ന പ്രിവിലേജ്, ചില കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള, അതിനാണല്ലോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ചില കുറ്റങ്ങൾ പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ജാതിക്കുണ്ട്, ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ട് പഴയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലപരീക്ഷ തന്നെ ഉണ്ടാകും. ഇലപരീക്ഷ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഒരു ബ്രാഹ്മണൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ബ്രാഹ്മണനെ വെച്ച് തൂക്കും, എന്നിട്ട് ഒരു ഇലക്കകത്ത്, തുളസി ഇലക്കകത്ത് കുറ്റം എഴുതും, റേപ്പ്. എന്നിട്ട് രണ്ടാമത്തെ തവണ ബ്രാഹ്മണനെയും ഇലയും കൂടെ വെച്ചിട്ട് തൂക്കും. അപ്പോൾ ആദ്യത്തെ തൂക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കുറ്റത്തിൻ്റെ ഭാരം, കുറ്റഭാരം എന്ന് പറയുന്ന ഐഡിയ അവിടെ നിന്നാണ് വരുന്നത്. അപ്പം മിക്കവാറും ഒരു ഇലയും ഒരു ബ്രാഹ്മണനും ഈ ചീനിയൊക്കെ തൂക്കുന്ന ത്രാസിൽ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഒരിക്കലും അറിയാൻ പറ്റരുത്. നമ്മളല്ലേ ഇപ്പോൾ തന്നെ സ്വർണ്ണം തൂക്കുന്ന ത്രാസൊന്നും അല്ലല്ലോ, ഒരു കട്ടത്രാസ്. അപ്പം സ്വാഭാവികമായിട്ടും വ്യത്യാസമൊന്നുമില്ല. മറ്റേത് 60 കിലോ, ഇപ്പോഴും 60 കിലോ. തുളസിക്കലിൻ്റെ ഇപ്പോൾ ഇവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ കുറ്റം ഇതിനകത്ത് എഴുതിയതുകൊണ്ട് കുറ്റത്തിൻ്റെ ഭാരം കാരണം ഇതിങ്ങനെ താഴോട്ട് വരും എന്നൊക്കെയാണ് കഥകൾ. അങ്ങനെയൊന്നും വരത്തില്ല, തുളസിയിലേക്ക് വെയിറ്റ് ഒന്നുമില്ല. അപ്പം അത് ഈ പറയുന്നോണം ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഇന്ന ജാതി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നൊരവസ്ഥ. ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ കൊണ്ടാണെന്നെങ്കിൽ അത് കൗണ്ടർ കാസ്റ്റിസമാണ്, കൗണ്ടർ റേസിസമാണ്. ഇപ്പം ഞാൻ പറഞ്ഞൊരു പോയിന്റ്, ഇത് ഏതെങ്കിലും ഒരു ജാതിയിൽ മനുഷ്യൻ പിറക്കുന്നു എന്നുള്ള അല്ല വിഷയം. ജാതിപരമായ ഡിസ്ക്രിമിനേഷനാണ് പ്രശ്നം. ഒരു ജാതി വേറൊരു ജാതിയേക്കാൾ നല്ലതാണ് അല്ലെ മോശമാണ് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വിഭവങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള അവസരങ്ങളും വിതരണം ചെയ്യുന്നതാണ് ജാതീയത എന്ന് പറയുന്നത്. നമ്മുടെ ജാതി സംവരണം എന്ന് പറഞ്ഞാൽ പക്കാ ജാതീയതയാണ്. അതായത് ഒരാൾ എവിടെ ജനിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഈ പണ്ട് നിലവിലുണ്ടായിരുന്നത്. അതിനെ കുറച്ചുകൂടെ നിങ്ങൾ മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ പേര് മാറ്റി പെയിൻ്റ് അടിച്ച് ഇതേ സാധനം അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതാകണമോ നിങ്ങളുടെ യോഗ്യത? അല്ലെ വേറെ ആളെ മാറ്റി നിർത്താനുള്ള ഒരു അയോഗ്യത അയാൾ എവിടെ ജനിച്ചു എന്നുള്ളതാകണോ? ഒക്കെ ഈ ജാതീയത എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാതിപരമായ വിവേചനമാണ്. ജാതി സംവരണത്തിൽ ജാതിപരമായ വിവേചനം തുടിച്ചു നിൽക്കുകയാണ് ആദ്യം മുതൽ അവസാനം വരെ. ഒരാളെ സ്വീകരിക്കാൻ എന്താ ഇന്ന ജാതി, ഒരാളെ നിരാകരിക്കാൻ ഇന്ന ജാതി. ഇതല്ലേ പണ്ടുണ്ടായിരുന്നത്, കൗണ്ടർ കാസ്റ്റിസം. അപ്പൊ ഈ പിന്നാക്കം നിന്ന് പോയ ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഈക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ്, പദവിയിലും അവസരത്തിലുള്ള തുല്യത.
ഇതാണ് ഇന്ത്യൻ നമ്മൾ വിഭാവനം ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എപ്പോഴും പറയുന്നില്ല, അതിനകത്ത് പറയുന്ന പ്രിഫൈസിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അതെ അല്ല അതെനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ആ തുല്യതയെ കാണുന്നത്? അതായത് ഈ പറയുന്ന പോലെ ഞാൻ കാണുന്നതല്ല, നിങ്ങൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്താണ് ഇപ്പൊ സംവരണം കൊണ്ടുവരുന്ന ഈ അർത്ഥത്തിലാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് വേണ്ട, സംവരണം വേണ്ട, ശരി. അപ്പൊ നമ്മൾ എന്തർത്ഥത്തിലാണ് ആളുകളെ ഈക്വാലിറ്റിയിലേക്ക് എത്തിക്കുക? ഏത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് എത്തിക്കേണ്ടത് ഒരു സമൂഹത്തെ? ഒരു വ്യക്തിക്ക് അവന്റെ പൊട്ടൻഷ്യൽ, അവന്റെ സാധ്യതകൾ അവന് ആക്ച്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടത് അവസരങ്ങളാണ്, അവന് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. മനസ്സിലായത്? സ്വാതന്ത്ര്യവും അവസരങ്ങളുമാണ് വ്യക്തികൾക്ക് വേണ്ടത്. അതാണ് എല്ലാ സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ അടിസ്ഥാനം വരേണ്ടത്. അതായത് ഇപ്പോൾ ഒരു പുലിയെ നിങ്ങൾ പിടിച്ച് കാഴ്ച ബംഗ്ലാവിലിട്ട് അതിന് രാവിലെ 2 കിലോ ഇറച്ചി, ഉച്ചയ്ക്ക് 2 കിലോ ഇറച്ചി, രാത്രിയിലെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് അവൻ തിന്നു കഴിഞ്ഞാൽ അവൻ തടിച്ചു കൊഴുത്തു വരും. പക്ഷേ അവനെ ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ കാട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള കാട്ടുപട്ടികൾ കടിച്ചു കീറി കൊല്ലും. ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേട്ട മറന്നുപോകും, അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ മറന്നുപോകും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സംരക്ഷിക്കപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും, ഏത് ഗ്രൂപ്പിനെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ആ ഗ്രൂപ്പ് നിങ്ങൾ സംരക്ഷിക്കുന്നത്, അത് സംരക്ഷിക്കപ്പെടുന്ന എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് അവിടെ ഉണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംരക്ഷിക്കപ്പെടുന്ന എല്ലാം കൺസിസ്റ്റൻ്റ്ലി സംരക്ഷിക്കപ്പെടും. അത് എല്ലാ കാലത്തും 100 വർഷം കഴിഞ്ഞാലും സംരക്ഷണം ആവശ്യമാണ്. കാരണം ആ വ്യക്തിയുടെ ഇമ്മൻസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ അവഹേളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സംരക്ഷണം ഉണ്ടാക്കുന്നത്. ഇപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ജാതി മാറിയപ്പോൾ പറഞ്ഞ് മനസ്സിലാവും. സ്ത്രീകൾക്ക് സംരക്ഷണം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെങ്കിൽ ഈ ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന സാധനം കറക്റ്റ് അല്ലേ? സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പ്രിവിലേജ് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി, ഷീ ടാക്സി, ഷീ സിനിമ, ഷീ ഇൻ്റർവ്യൂ, ഷീ ഫുഡ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഇൻ്റഗ്രേഷൻ സംഭവിക്കുമോ? ഇൻഡിപെൻഡൻസ് ഉണ്ടാവുമോ? അതോ അവസാനവും 300 വർഷം കഴിഞ്ഞാലും സ്ത്രീ സംരക്ഷിക്കപ്പെടുന്ന ഇന്ന സ്ത്രീ ഡാഷ് അർഹതി എന്ന് പറയും. സംരക്ഷിക്കപ്പെടുന്ന എന്തും അതിൻ്റെ കഴിവുകൾ കുറയുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്ക് വരികയാണ്, ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്ത് വന്നിട്ട് പോകുന്നു. അതേസമയം വേറൊരാളുടെ അപ്പുറവും ഇപ്പുറവും ഒരു പ്രായപൂർത്തിയായ പുരുഷനൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് പോകണമെങ്കിൽ, അവരുടെ മക്കൾക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ പ്രായപൂർത്തിയായ പുരുഷൻ കൂടെ പോകണം. യഥാർത്ഥത്തിൽ നശിപ്പിക്കുകയാണ്. ഒന്നാമത് താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ്, പിന്നാക്കം നിൽക്കുന്നവനെ മുന്നാക്കം വരാനായിട്ട് സഹായിക്കണം. ഐ ഫുള്ളി സപ്പോർട്ട് ഇറ്റ്. വീണ് കിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം, വീഴാൻ പോകുന്നവനെ താങ്ങണം. ഇതെല്ലാം ഒരു മാനവികമായ കാര്യമാണ്. ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് അംഗീകരിക്കും. പക്ഷേ അവൻ വീഴാൻ പോകുന്നവനാകണം, അവന് പിന്നാക്കം നിൽക്കുന്നവനാകണം. ഓൺലി ബിക്കോസ് ഈസ് എ മെമ്പർ ഓഫ് എ പർട്ടിക്കുലർ കാസ്റ്റ് അവനെ ബ്ലൈൻഡായിട്ട് കോടിക്കണക്കിനുണ്ടെന്നിരിക്കട്ടെ, ആ ഒരു സമൂഹത്തിൽ കോടിക്കണക്കിന് എല്ലാവരെയും ഒരേപോലെ സഹായിക്കണം, അല്ലെ ഒരേപോലെ ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം കൊടുക്കണം എന്ന് പറയുന്നത് എന്തൊരു വൈൽഡ് ജസ്റ്റിസാണ്. ചില പിന്നാക്കമാണെങ്കിൽ ഓക്കെ, പിന്നാക്കം വേണം. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റേറ്റസ്, ഫ്രീഡം. ഈ ഓപ്പർച്യൂണിറ്റി അവനിലേക്ക് എങ്ങനെ എത്തും എന്നാണ് കരുതുന്നത്? ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് ഒരു മെഷീനറി ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്റ്റേറ്റ് ആണല്ലോ ലെജിസ്ലേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് അങ്ങനെ ലെജിസ്ലേറ്റ് ചെയ്യണമെന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളിപ്പോൾ നിസ്സാരവൽക്കരിച്ചോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പലരും പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ജാതി സംവരണം പറയുന്നതാണ്. ജാതി സംവരണം അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഈവൻ ഇവിടെ മതസംവരണമുണ്ട് കേരളത്തിൽ. 1936 പോലെ 36 മുതൽ ഇവിടെ മുസ്ലിം സംവരണമുണ്ട്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതെങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് ബേസിക്കലി പൊളിറ്റിക്കൽ ബാർഗെയിനിങ് ആണ്, രാഷ്ട്രീയ വിലപേശലാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, മതം പോട്ടെ, ജാതിയുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ ജാതികൾക്കും സംവരണമുണ്ട് കേരളത്തിൽ. ഞാൻ 2018 ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞാണ് ഇവിടെ വരാൻ പോകുന്നത് ഒന്നാണ് സർവ്വജാതി. എടുത്തു നോക്കൂ, 2018 സംവരണ സമവാക്യങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രഭാഷണം നിങ്ങൾ നോക്കൂ. സർവ്വജാതി സംവരണം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രവാചകനായിട്ടൊന്നുമല്ല, എനിക്കങ്ങനെ ഒരു സ്പെഷ്യൽ എബിലിറ്റി ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാം ഈ സംവരണം എന്ന് പറയുന്ന ഒരു മുന്തിരിച്ചാറ് രുചിക്കുന്ന സമൂഹങ്ങൾ വിട്ടുകളയില്ല. രുചിക്കാത്തവൻ അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അതിനകത്ത് അടിസ്ഥാനപരമായ അനീതിയുണ്ട്. കാരണം നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അപ്പോൾ കണ്ടക്ടർ വരുമ്പോൾ 2 പേര് ടിക്കറ്റ് എടുക്കുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു, എന്താ അവർ ടിക്കറ്റ് എടുക്കാതെ? അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. അപ്പം എനിക്കെന്താ തോന്നുന്നു, അതെന്താ കാരണം? അതിങ്ങനെ ചരിത്രപരമായ അടിച്ചമർത്തൽ കാരണം അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരാൾ തന്നെ, അവർ സ്ത്രീകളായതുകൊണ്ട് ടിക്കറ്റ് എടുക്കണ്ട.
അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ബാക്കിയിരിക്കുന്ന സ്ത്രീകളല്ലാത്ത ഈ പറയുന്ന അല്ലാത്ത ആളുകൾ എല്ലാം കൂടെ അവർക്കുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവർ അനീതിക്കിരയായി എന്നായിരിക്കും അവർ തോന്നുന്നത്. അവസാനം ആ വണ്ടി ഓടിക്കുന്നത് ഫുൾ ഫ്രീയിലായിരിക്കും. ഉറപ്പാണ്, നിങ്ങളത് ചെയ്തു നോക്കും. ഒന്നുകിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കണം. പിന്നെ സംവരണമില്ലാതെ ഒരു സമൂഹത്തിന് പോകാൻ പറ്റില്ല. ചില സംവരണങ്ങൾ ആവശ്യമായിട്ട് വരും. ലൈക്ക് പൊതു മത്സരത്തിൽ പങ്കെടുക്കാൻ ശേഷിയോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത കുറേ, ഉദാഹരണമായിട്ട് ബ്ലൈൻഡ് പീപ്പിളും നോൺ ബ്ലൈൻഡ് അല്ലാത്ത പീപ്പിളും തമ്മിൽ സങ്കലനം ചെയ്യുക എന്ന് പറയുന്നത് അനീതിയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളോടും അല്ലാത്തവരോടും ഒരേ ഇത് കയറാൻ പറയുന്നത് അനീതിയാണ്. ബട്ട് ദാറ്റ് ഫിസിക്കലി ചാലഞ്ചഡ് ആണ്, ദാറ്റ് ഈസ് എവിഡൻസ് ഉള്ള സാധനമാണ്. പക്ഷേ ഇവിടെ ഇന്ന ജാതിപ്പെട്ടവനെക്കാട്ടി ഭൗതികമായ കഴിവ് കുറവാണ്, അവൻ ഒരിക്കലും എത്തില്ല എന്നൊക്കെ പറയുന്നത് റേസിസമാണ്. യു ആർ നോട്ട് ഗിവിങ് ദം ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് കോളിംഗ് ദം ദാറ്റ് ദേ ആർ നെവർ ഗോയിങ് ടു റീച്ച് ദെയർ. ഞാൻ പറയട്ടെ, ഈ ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം റേസിസാണ്. ചില വംശങ്ങൾക്ക്, ചില വിഭാഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളെക്കാൾ കുറഞ്ഞ ബൗദ്ധികമായ അല്ലെങ്കിൽ ശാരീരികമായ ശേഷിയേ ഉള്ളൂ എന്നുള്ള ഒരു അന്ധവിശ്വാസം, ഒരു കപടവാദം അടിച്ചുറപ്പിക്കുന്നതാണ് ഈ ജാതി സംവരണം. വി ആർ ഓൾ ഈക്വൽ. ആക്ച്വലി മേ ബി ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി എടുക്കുക, മുന്നോക്കം ബ്രാഹ്മിൺസ് എടുത്ത് നോക്കുക, പൊട്ടന്മാരതിനകത്തില്ലേ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരില്ലേ? ഒരു കഴമ്പില്ലാത്തമാരില്ലേ? ഉണ്ട്. എല്ലാ ജാതികളിലും ഉണ്ട്. മികവുള്ളവരില്ലേ? ബുദ്ധിമാന്മാരില്ലേ? ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ എല്ലാത്തരം സ്വഭാവങ്ങളും എല്ലാത്തരം കഴിവുള്ളവരും ഉണ്ടാവും. അതിനാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു പോപ്പുലേഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല. അതിനകത്ത് ഓരോരുത്തരുണ്ടോ ഏറ്റവും മികവുള്ളവർ. അംബേദ്കർ, നിങ്ങൾ പറയുന്നു അംബേദ്കർ എല്ലാ ജാതിയിലും ഉണ്ട്. നിങ്ങളെന്തിനാ ജാതി തിരിക്കുന്ന ആളുകൾ? മികവുള്ളവർ പല രീതിയിലായിരിക്കും മികവ് കൊണ്ടുവരുന്നത്. ജനറ്റിക്കലായിട്ട് അഡ്വാൻറ്റേജ് ഉള്ളവരാണ്. ഇപ്പോൾ അതുകൊണ്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർക്ക് ഹൈറ്റുള്ള, ഇപ്പോൾ രാജസ്ഥാനികളും കേരളവും ബാസ്കറ്റ് ബോളിലൊരു ഇതുണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടും. അതൊക്കെ അതിനകത്തുള്ളതാണ്. ജനറ്റിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ കളി ക്രമീകരിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ പൊക്കം കുറവാണ്, നിങ്ങൾ ചെസ്സ് കളിക്കും. ചെസ്സ് കളിക്കുകയാണെങ്കിൽ പൊക്കമുള്ള ആളും പൊക്കമില്ലാത്ത ആളും തമ്മിലുള്ള കളി അവിടെ പൊക്കം അങ്ങോട്ട് റദ്ദ് ചെയ്യപ്പെടും. അച്ഛനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന നിലയിൽ റദ്ദ് ചെയ്യപ്പെടും. കളി മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾ ചെസ് കളിക്കുന്നതിനകത്ത് പൊക്കക്കുറവും വരുന്നില്ല. അതായത് പറഞ്ഞു, ബാസ്കറ്റ് ബോളിലും വോളിബോളിലും വരുന്നുണ്ടല്ലോ. പിന്നെ ജാതി സംവരണത്തിൽ വേറെ ഒരു പ്രശ്നമുണ്ട്, ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രശ്നം. ജാതി സംവരണത്തിൽ പറയുന്നത് പിന്നാക്കം നിൽക്കുന്നവരും ആലംബഹീനരും അല്ലെങ്കിൽ ദുർബലരും പിന്നാക്കം, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്നത്. ഇവർക്ക് എന്തോ കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് ഏറ്റവും വലിയ നുണയാണ്. ജാതി സംവരണത്തിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നാക്കവും ദുർബലമായിട്ടുള്ള ആളുകൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവരെ വഞ്ചിക്കലാണ്. അതിന് ഉദാഹരണമായിട്ട് ജാതി സംവരണം എന്ന് പറഞ്ഞാൽ ഒരു ജനക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണമാണ്, ഭക്ഷണപ്പൊതികളാണ്. ആരായിരിക്കും ചാടിപ്പിടിക്കുന്നത്? ചാടിപ്പിടിക്കാൻ ശേഷിയുള്ളവനും പൊക്കമുള്ളവനായിരിക്കും ചാടിപ്പിടിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഉച്ച കഴിഞ്ഞ് വീണ്ടും കൊണ്ടു കൊടുക്കുന്നു. അതായിരിക്കും ആഹാരം കഴിച്ച് നല്ല അതേ പൊക്കമുള്ളവനായിരിക്കും വീണ്ടും ചാടിപ്പിടിക്കുന്നത്. ഈ കിട്ടാത്തവർ ആഹാരവും കിട്ടുന്നില്ല, അവർക്ക് പൊക്കവും ഇല്ല, ചാടാനുള്ള ശേഷിയില്ല, അവരിങ്ങനെ കിടക്കും. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് SC കമ്മ്യൂണിറ്റി, SC ST, അതിൽ പോട്ടെ, ഒരു ന്യൂസ് റീഡർ എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണെന്നിരിക്കട്ടെ. 1ാം റാങ്ക് ഒരു SC, 100ാം റാങ്ക് SC, 200ാം റാങ്ക് SC, അവരുടെ മാത്രം ലിസ്റ്റാണ്. നിങ്ങൾ ആർക്കായിരിക്കും ജോലി കൊടുക്കുന്നത്? 1ാം റാങ്കുകാരന് കൊടുക്കുമോ, ഈ 300ാം റാങ്കുകാരന് കൊടുക്കുമോ? അതിലൊന്നും ആർക്ക് സംശയമില്ല, 1ാം റാങ്കുകാരനല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുന്ന മികവാണ്. നിങ്ങൾ ഈ 300ാം റാങ്കുകാരൻ എന്തുകൊണ്ട് 300 ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, അവന് കറണ്ട് ഇല്ല, അവന് പുസ്തകമില്ല, അവന് സാമ്പത്തികം ഇല്ല. ഇതൊക്കെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ജാതി സംവരണത്തിന്റെ ഇക്വേഷൻ അതാണ്. ഈ പിന്നോക്കം നിൽക്കുന്നതിന്റെ കാരണം അവന് മികവില്ലാത്തതല്ല, മികവ് ഉണ്ടാക്കാനായിട്ടുള്ള ശേഷിയില്ല, അവസരമില്ല, അതില്ല, ഇതില്ല. പിന്നാക്കം നിൽക്കുന്നവരിലല്ലോ മത്സരിക്കുന്നത്, ഇപ്പുറത്ത് നിൽക്കുന്ന മുന്നാക്കം നിൽക്കുന്ന ആളുകളോടല്ലേ മത്സരിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഇനി അതാ ഞാൻ കം ടു ജനറൽ ലിസ്റ്റ്. ഇതിപ്പം മനസ്സിലായല്ലോ. ഇതിപ്പം പിന്നാക്കം നിൽക്കുന്നവനല്ല കൊടുക്കുന്ന, മുന്നാക്കം ബുദ്ധിപരമായും കഴിവുപരമായും. ഈ മാർക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്യാപിറ്റലായിട്ടാണ് അവർ പറയുന്നത്. അതായത് നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള ശേഷിയുള്ളതുകൊണ്ട് നീ ഇങ്ങനെ കയറി വന്നു എന്നുള്ളതാണ് സംവരണ സാഹിത്യത്തിലെ 1ാം നിയമം. ഇനി നിങ്ങൾ ഒരു ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോക്കൂ. ജനറൽ റിക്രൂട്ട്മെൻറ്റിൽ പല ജാതികളുണ്ട്. ആദ്യത്തെ SC ടേൺ വരുന്നു, 4 SC. അപ്പോൾ ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോക്കുമ്പോൾ ഒരു ആദ്യത്തെ 300-ലൊന്നും ഇല്ല. അതിൽ പഴയ എപ്പോഴും ആണല്ലോ, ഇപ്പോൾ ഒരുപാട് കയറി വരുന്നുണ്ട്, ഇപ്പോഴും മാറിക്കൊണ്ട് 400ാമത്തെ റാങ്ക് ഒരു SC ആണ്. അപ്പോൾ എന്ത് ചെയ്യും?
ഈ നാലാമത്തെ ജോലി ഈ 400-ാം റാങ്കുകാരന് കൊടുക്കും. പക്ഷേ അവിടെ 800-ാം റാങ്കുള്ള SC വേറെ കാണും, 818, 898 ഉണ്ട്. അവർക്ക് കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഈ 400-ാം റാങ്കുകാരന് കൊടുക്കുന്നത്? ഈ 400-ാം റാങ്കുകാരനേക്കാൾ മോശമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾ പരിഗണിക്കണം ഈ 800-ാമത്തെ റാങ്കുകാരൻ. കാരണം അവൻ്റെ മാർക്ക് കുറയാൻ കാര്യം എന്താണ്? അവൻ്റെ സാഹചര്യം. അങ്ങനെയല്ലയോ അവർ തിയറി. എന്തുകൊണ്ട് അവന് കൊടുക്കുന്നില്ല? ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതിനല്ലേ കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് വേണ്ട യോഗ്യത എല്ലാവർക്കും തുല്യരാണ്. ഇപ്പം BA പാസ്സാവണം, അല്ലെങ്കിൽ BSc ഡിഗ്രിയാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ എല്ലാവരും ഡിഗ്രി ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിക്കുന്ന ഡിഗ്രിക്കാരനല്ലേ കൊടുക്കേണ്ടത്? ദുർബലൻ, പിന്നാക്കക്കാരൻ. വാട്ട് യു സേ? ഞാൻ പറയാം, മുന്നാക്ക ജാതിയിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ 1-ാമത്തെ ആളെ നിർത്തിയിട്ട് 100-ാമത്തെ ആളെ അല്ലല്ലോ സെലക്ട് ചെയ്യുന്നത്. 1-ാമത്തെ ആളെ തന്നെയാണ് ചെയ്യുന്നത്. ജാതി സംവരണത്തിന്റെ ഇക്വേഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ അവിടെ മികവാണ് നോക്കുന്നത്, മെറിറ്റാണ് നോക്കുന്നത്. പക്ഷേ ജാതി സംവരണത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായ അനീതികളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ ഇത് തുടങ്ങുന്നത് 1-ാം അധ്യായം. അപ്പോൾ ആ ഒരു സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അവന് മാർക്ക് കുറയുന്നു എന്നുള്ളത് കഴിവ് അല്ലെങ്കിൽ പെർഫോമൻസ് പുറകോട്ട് പോകുന്നു എന്നുള്ളതിന് കാരണമായിട്ട് പറയുന്നത് സാമൂഹ്യമായ അടിച്ചമർത്തലാണ്. ആ അടിച്ചമർത്തലുള്ളവനാണ് കൊടുക്കേണ്ടത്, അവനല്ല ഒരിക്കലും കൊടുക്കുന്നത്. താങ്കൾ പറയുന്നത് അങ്ങനെ സാമൂഹ്യമായ ഒരു അടിച്ചമർത്തൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ള വാദമുണ്ടോ? ഇത് ക്ലിയർ ചെയ്താലേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. അല്ല, എൻ്റെ ഒരു സംശയമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു അടിച്ചമർത്തൽ ഉണ്ടാവുന്നില്ലേ? നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകുന്നില്ലേ? അവരങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളല്ലേ? അവരതിനെ അതിജീവിക്കും? ഈ 3 ചോദ്യം ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ജാതി സംവരണത്തിലൂടെ എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കൊടുക്കുന്നു, അയാൾക്ക് നിഷേധിക്കുന്നു. ഇത് ജാതിപരമായ വിവേചനമാണ്, തെറ്റാണ്, അനീതിയാണ്. 2, ജാതി സംവരണത്തിൽ ഒരിക്കലും ദുർബലം പിന്നാക്കം നിൽക്കുന്നവർക്കല്ല അതിൻ്റെ എൻഡ് റിസൾട്ട് കിട്ടുന്നത്. മുന്നാക്കവും ശക്തരുമായിട്ടുള്ളവരാണ്. അത് ഏത് ജാതിപ്പെട്ടവരും അങ്ങനെ തന്നെയായിരിക്കും. മികവ് തന്നെയാണ് അവിടെ. അത് മികവിനെ എതിർക്കുന്ന ജാതി സംവരണവാദികൾ യഥാർത്ഥത്തിൽ അവർ മലർന്നു കിടന്നുകൊണ്ട് തുപ്പുകയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി താങ്കൾ പറഞ്ഞൊരു കാര്യം, അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ വിവേചനങ്ങൾ ഇല്ലേ എന്നാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കി, അയിത്തം ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഒരുപാട് മുന്നോക്കമായിട്ട് നിന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ത്രീകൾക്ക് മറ്റ് പലർക്കും ഇത് നഷ്ടപ്പെടുകയാണ്. അപ്പം ചരിത്രത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കാര്യം എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടത് അത് ഇപ്പോൾ പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ആ രീതിയിൽ പ്ലേ ആവുന്നുണ്ടോ, അത് കുറഞ്ഞ രീതിയിലാണോ, അതിലേക്ക് ശക്തമായാണോ, ഈ ഒരു യാഥാർത്ഥ്യം അന്വേഷണം നടത്തണം. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ജാതിപരമായിട്ടുള്ള ഞെരുക്കവും വിവേചനവും 21-ാം നൂറ്റാണ്ടിൽ ഇല്ല. പക്ഷെ ജാതി വിവേചനവും സാധനവും ഉണ്ട്. അതിനകത്തൊരു കുറവ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുറവ് വരുന്നുണ്ട്. ആ കുറവ് നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രോഗ്രസീവ് പൊളിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറിച്ച് ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുക. പക്ഷെ അന്നും ഇന്നും കമ്മ്യൂണലി പോളറൈസ്ഡ് അല്ലേ? അത് കമ്മ്യൂണലി പോളറൈസ്. ഈ ജാതി സംവരണം തന്നെ ജാതിയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ആളുകളെ ജാതിപരമായി ചിന്തിക്കാനും അവരെ ജാതിപരമായ കാലുഷ്യത്തിന് അടിമപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? ഈ ജാതി സംവരണത്തിനായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ പലരോടും പറയാറുണ്ട്, പല ഈ സോക്കോൾഡ് സംവരണവാദികൾ, നിങ്ങൾ എന്തിനാണ് ഈ ജാതി ഇതിനായിട്ട് പറയുന്ന അന്യജാതിക്കാർക്കെതിരെ നിങ്ങൾ വിദ്വേഷം വിളുമെന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരു അയ്യപ്പൻ തന്നെ എടുത്തെഴുതിയൊരു കാര്യമാണ്. അതായത് ഇന്ന് ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ നമ്പൂതിരിക്കും പുലയനും ഒരേ പങ്കാണുള്ളത്. കാരണം ഇതൊരു സംഘനൃത്തമാണ്. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് മാത്രമല്ല, ഇതൊരു സംഘനൃത്തമാണ്. അതിൽ ഒരുത്തൻ്റെ എല്ലാവരും നോക്കുമ്പോൾ അവൻ്റെ താഴെ ഒരു ജാതിയുണ്ട്. പുലയൻ നോക്കുമ്പോൾ അവൻ്റെ താഴെ കുറേ ജാതികളുണ്ട്. അവരുമായിട്ട് അവൻ കല്യാണം കഴിക്കില്ല. അവന് മേളിലും ജാതിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും മേളിൽ നമ്പൂതിരിയോ അങ്ങനെ ഒരു ജാതിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ജാതിപരമായിട്ടുള്ള എന്താ പറയുക, താഴെ കിടക്കുന്ന ആളുകളുണ്ട്, മേളിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഉച്ചനീചത്വങ്ങൾ മാറണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ. ആ ഉച്ചനീചത്വങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു സമൂഹമാണ്. അതങ്ങനെയാണ് ജാതി വ്യവസ്ഥ. നിങ്ങൾ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല, അല്ല എനിക്കും തർക്കമൊന്നുമില്ല, ഇപ്പോഴും മാറ്റമില്ല. ആ ഉച്ചനീചത്വങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ അത് 2 രീതിയിലുണ്ട്. ഇപ്പൊ അയിത്തം എന്ന് പറയുന്ന സാധനമുണ്ട്. അയിത്തം എന്ന് പറഞ്ഞാൽ ഇത്ര അടി മാറി അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് 2 രീതിയിൽ പോയി. 1 സാമൂഹ്യപരമായി പോയി, 2 നിയമപരമായി പോയി, 3 ഭരണഘടനാപരമായി പോയി. ആർട്ടിക്കിൾ 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അയിത്തം ഉച്ചാടനം ചെയ്യുന്ന സാധനമാണത്. അപ്പം ഇത് ജാതിപരമായിട്ടുള്ള സംഗതിയെല്ലാം തന്നെ കുറ്റകരമായി മാറി. പിന്നെ ആരും അത് പറയാറില്ല. ഈവൻ താങ്കളുടെ ഇമേജിന് അങ്ങനെ ജാതിപരമായി ചിന്തിക്കുന്നത് മോശമാണെന്ന്, പണ്ട് ജാതിപരമായി ചിന്തിക്കാത്തായിരുന്നു മോശം.
അപ്പം മാറ്റമുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ പകുതി എൻ്റെ വാദം അവിടെ പൂർണ്ണമായി. കേരളത്തിൽ മാറ്റമുണ്ട്. ഞാൻ കേരളത്തെക്കുറിച്ചാണ് കൂടുതലും ഈ ജാതി സംവരണം സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതിനേക്കാൾ മോശമായ അവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ അല്ലെ തമിഴ്നാട്ടിൽ പോലും എന്നുള്ളത് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെയും മാറുന്നുണ്ട്, എല്ലായിടത്തും മാറുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ചരിത്രം എന്താ? ജാതി സംവരണം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഞാൻ പറയാം. ഇപ്പോൾ ഏതാണ്ട് 1500ഓളം SC ജാതികളുണ്ട്, 750 ST ജാതികളുണ്ട്. 1950 ഇത്രയും ഇല്ല SC ST ജാതികൾ. OBC ജാതികൾ ഇപ്പോൾ ഏതാണ്ട് 6000-7000 OBC ജാതികളുണ്ട്. ഓരോ 10 വർഷം കൂടുന്നതോറും ആയിരക്കണക്കിന് ജാതികളാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. OBC എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് കാസ്റ്റ്, SC ST എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്. എങ്ങനെയാണ് ജാതികൾ, ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ജാതികൾ എങ്ങനെയാണ് പിന്നോട്ട് പോകുന്നത്? നരേന്ദ്രമോദിയുടെ ജാതി, മോദി കമ്മ്യൂണിറ്റി OBC ആണെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ ജനറൽ കാറ്റഗറി കമ്മ്യൂണിറ്റി. അതിനെ OBC ലിസ്റ്റിലാക്കി. അങ്ങനെയാണ് ഇപ്പോൾ 7000 OBC ആയത്. എല്ലാവർക്കും OBC ആവണം. എങ്ങനെയാണ് ഈ OBC കൂടുതലുണ്ടാകുന്നത്? എങ്ങനെയാണ് SC ST കൂടുതലുണ്ടാകുന്നത്? ഇന്നലെ വരെ SC ST അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി നാളെ SC ST ആവുന്നു. നിങ്ങൾ എന്താ അതിനകത്ത് മനസ്സിലാക്കുന്നത്? ഈ സമൂഹം പിന്നോട്ട് പോകുന്നതാണോ, അതോ ഈ പിന്നാക്ക അവസ്ഥ അല്ലെ ആ പദവിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നാണോ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. താങ്കൾ പറഞ്ഞൊരു ഉദാഹരണം തന്നെ എടുത്തു. ഇവിടുത്തെ ദളിത് ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, OEC. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം കേരളത്തിലെ ഇവിടുത്തെ പല വർഷങ്ങളായിട്ട് ഇവിടുത്തെ പല സംവരണ നേതാക്കന്മാർ അല്ലെ സംവരണ സാഹിത്യം വളരെ ജനറസ് ആയിട്ട് വിതരണം ചെയ്യുന്ന ആളുകളിൽ പലരും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ദേ ആർ നോട്ട് SC. അവർക്ക് SC ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു ദളിത് ക്രിസ്ത്യനും ഒരു SC തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കെന്നിരിക്കട്ടെ, ഒരു ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമുണ്ട്, ഈ ദളിത് ക്രിസ്ത്യൻ ഈസ് ഇൻ ട്രബിൾ ബിക്കോസ് ഈസ് നോട്ട് SC. ഇവനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റത്തിന് ഈ പറയുന്ന സംവരണ നേതാവ് അറസ്റ്റിലാവും.